ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല കിടിലൻ സ്പെഷ്യൽ ചിക്കൻ കറി, അമ്മ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അമ്മ വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അമ്മൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മ ചിക്കൻ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കാണാനൊന്നും വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല ഈ ഒരു ചിക്കൻ കറിക്ക്, പക്ഷെ എങ്കിലും ഉണ്ടല്ലോ നല്ല രസവും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും മെയിനായിട്ട് പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാനുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. അപ്പോൾ ചിക്കൻ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര അളവാണോ വാങ്ങുക ആ ഒരു അളവിന് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് കുറേ തവണ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറേ ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാ ചേരുവകളും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലാ ചേരുവകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ഉപ്പ്. പാകത്തിന് ഈ ഒരു ചിക്കനിൽ എത്ര ഉപ്പ് വേണോ അത്ര മാത്രം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് നമ്മൾ ഇതിൽ ചേരുവകൾ വരുന്നത്. കൂടുതലായിട്ടുള്ള പൊടി ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കൻ കറി വെക്കാനുള്ള മെയിനായിട്ട് ചേർക്കുന്ന ആ ഒരു പൊടി ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിന് ഈ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ നല്ല അടിപൊളിയായിട്ട് കിടിലനായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് പുരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിവേപ്പില കൂടെ ചേർത്തപ്പോൾ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നീളത്തിലും അതുപോലെ തന്നെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിലുള്ള ചേർത്തിട്ടുണ്ട്. ഇനി ഈ സവാളയിലും ആവശ്യമുള്ള മാത്രം കേട്ടോ, സവാളയും തക്കാളിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഹാഫായിട്ടൊന്ന് ബോയിലായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളി നമ്മൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത്തിരി വലിയ തക്കാളി തന്നെയാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിനി സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കേണ്ട, ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് അങ്ങനെ മുരിഞ്ഞ പോലെയൊന്നും ആവേണ്ട കാര്യമില്ല, ഒരു ഹാഫായിട്ടൊന്ന് ബോയിൽ ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ചേരുവകളൊക്കെ പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർക്കാനായിട്ടുള്ള ടൈം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താലോ ഗൈസ്. അപ്പോൾ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ചിക്കനിലോട്ട് മിക്സായി വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അത് ചേർക്കുന്നവർക്ക് ചേർക്കാം, കുഴപ്പമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ, വലിയ വെളിച്ചമൊന്നുമില്ല. ഫോണിലാണെങ്കിലും കുറച്ച് വെളിച്ചക്കുറവുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിക്കണം.
അപ്പോൾ ഇവിടെ ഒരു കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കുറച്ചൊന്ന് വേവായിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ അമ്മേൻ്റെ സ്പെഷ്യൽ വരാൻ പോകുന്നത്. ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കുക്കറിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ചെങ്കിലും ചേർത്തില്ലെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതൊരു ആ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന്, ഒരുപാടൊന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾക്ക് ഈ ഒരു ചിക്കൻ എന്നുള്ള വെള്ളം കൂടി വരുമല്ലോ. അങ്ങനെ ഒരൊറ്റ വിസിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് ആ ചിക്കൻ അങ്ങനെ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം. ഒന്നുകൂടി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്കിതിൽ സെറ്റാവും. അതായത് നമ്മൾ ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിക്കണം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ നമ്മളിതിലൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അവസാനം കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു മല്ലിയില. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ചിക്കൻ അവിടെ മൺചട്ടിയിൽ അടിപൊളിയായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് നാടൻ ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും പിന്നെ നമ്മൾ ലൈഫിൽ മറക്കില്ല കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മല്ലിപ്പൊടിൻ്റെയും ചിക്കൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രേവി, ആ ഒരു മണവും ഒക്കെ ഉണ്ടല്ലോ, ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. ആ ഒരു മല്ലിയിലേൻ്റെ മണമൊക്കെ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ